ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് മുട്ടൈ കാളൻ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ക്യാബേജും മഷ്റൂംസും യൂസ് ചെയ്താണ്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ഇതുപോലെ കൊത്തിയരിഞ്ഞ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു 3 കപ്പ് ക്യാബേജ് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മഷ്റൂംസും, നമ്മളിവിടെ ബട്ടൺ മഷ്റൂംസാണ് എടുത്തിട്ടുള്ളത്, അതും ഒരു 3 കപ്പ് ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ച് അമർത്തി വേണം മിക്സ് ചെയ്തെടുക്കാൻ. നല്ല തിരുമ്മി മിക്സ് ചെയ്താൽ മാത്രമേ ഇതിലത്തെ വാട്ടർ കണ്ടൻറ്റൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മഷ്റൂംസും ക്യാബേജും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കിയുള്ള പൊടികളും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൈദയാണ്. നമ്മളൊരു 5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവറും നമുക്കൊരു 5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു 2.5 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇതെല്ലാം കൂട്ടി നല്ലതുപോലെ ഒന്ന് തിരുമ്മിയെടുക്കുക. ചെറിയൊരു നനവ് ക്യാബേജിനും മഷ്റൂമിനും ഉള്ളതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ മിക്സ് ചെയ്ത് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്കിത് ചെറിയ ചെറിയ ബോൾ പോലെ കുഴച്ചെടുക്കാനായിട്ട് പറ്റണം. ആ ഒരു പരുവത്തിന് ആവശ്യമുള്ള വെള്ളം വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് റെഡ് ഫുഡ് കളറാണ്. നമ്മൾ കോയമ്പത്തൂർ ഭാഗങ്ങളിൽ തട്ടുകടയിൽ നിന്നൊക്കെ മുട്ടക്കാളൻ മേടിച്ച് കഴിക്കുമ്പോൾ നല്ല റെഡ് കളറായിരിക്കും ആ കാളന് ഉണ്ടാവുക. ആ ഒരു സെയിം ലുക്കും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഇനി നമുക്കിത് അരമണിക്കൂർ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരുപാട് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഇനി നമ്മൾ മുട്ടൈ കാളന് ആവശ്യമുള്ള ഗ്രേവിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു 3 മീഡിയം സൈസ് അണിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചെറിയൊരു ടൊമാറ്റോ. ഇനി ഒരു മിക്സിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അണിയൻ, ടൊമാറ്റോ, പിന്നെ ഒരു പിടി മല്ലിയില, ഒരു പിടി പുതിനയില, പിന്നെ ഒരു അല്പം ജീരകം. നമ്മൾ 1/2 ടീസ്പൂൺ സാജീരകമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട, 5 to 6 കരയാമ്പൂ, ഒരു 2 തക്കോലം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് പൊട്ടിച്ചെടുക്കുക. ഇനി ഇതെല്ലാം മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. വെള്ളം ഒഴിക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല തിക്ക് പേസ്റ്റായിട്ട് ഇത് കിട്ടും. കണ്ട, ഇതുപോലെ വേണം നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അരക്കണയിലേക്ക് 2.5 മീഡിയം സൈസ് അണിയനാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഒരു 1/2 കഷ്ണം നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ ഗ്രേവി പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. നല്ല ചൂടായ പാത്രത്തിലേക്ക് ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 2 തണ്ട് കറിവേപ്പില, ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക.
ഇതിൻ്റെ പച്ചകുത്ത് മാറുന്നത് വരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. അതായത് എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചകുത്തെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചകുത്ത് മാറുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, എരിവുള്ള ചില്ലി പൗഡറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ മസാലപ്പൊടികളെല്ലാം നമ്മൾ ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ പൊടികളെല്ലാം പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ പച്ചക്കുത്തെല്ലാം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ കസൂരി മേത്തിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. 3/4 ടേബിൾ സ്പൂണോളം കസൂരി മേത്തിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. പിന്നെ അല്പം ഉപ്പുകൂടി ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതൊന്ന് മുരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് 1.5 ലിറ്റർ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ചീശയായിട്ട് വേണം നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചീശയായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇളക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മസാല നിറച്ചും കട്ട പിടിച്ചും കിടക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ പയ്യെ പയ്യെ ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ച് വേണം നിങ്ങൾ വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാൻ. നല്ലതുപോലെ ഗ്രേവി ഉണ്ടായാലേ നമ്മുടെ മുട്ടയക്കാളന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 1 ടീസ്പൂൺ സോയാ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഡാർക്ക് സോയാ സോസാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1.5 ടീസ്പൂൺ സോയാ സോസ് വരെ നിങ്ങൾക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലത്തെ ഉപ്പെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് നമുക്ക് അല്പം വെള്ളം ആഡ് ചെയ്തിട്ട് ഒരു മിക്സ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ചുള്ള കോൺഫ്ലവർ മിക്സ് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളൊരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മഷ്റൂം ആൻഡ് കാബേജ് മിക്സ് ഇതുപോലെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കിയെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ബോൾ ആക്കണമെന്നില്ല, ഇച്ചിരി എടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് മുരിച്ചെടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഫ്ലെയിം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ കുറച്ച് ഓയിലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ.
ശരിക്കുള്ള കണക്കനുസരിച്ച് നമ്മുടെ ഈ ഓരോ പീസസും മുങ്ങിക്കെടുക്കാനുള്ള ഓയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിലേക്ക് ഓരോ പീസസ് ആയിട്ട് എടുത്ത് മാറ്റി വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കരിഞ്ഞു പോവാതെ സൂക്ഷിച്ചു വേണം എടുക്കാനായിട്ട്. ഇത് ഇതുപോലെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നല്ല ചൂടായിട്ടുള്ള ഒരു കടായിലേക്ക് നേരത്തെ നമ്മൾ വറുക്കാൻ യൂസ് ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് അണിയൻസ്, ഗ്രീൻ ചില്ലി, കാബേജ് ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അടുത്തത് ഓപ്ഷണലാണ്. നമ്മളിതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പ്ലേറ്റ് മുട്ടേക്കാളിനാണ് പ്രിപ്പയർ ചെയ്ത് കാണിക്കുന്നത്. ഇതുപോലെ മുട്ട ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് മുരിയാനൊന്നും നിൽക്കണ്ട. നമ്മളിതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കും. എപ്പോഴും മുട്ടേക്കാളും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സെർവ് ചെയ്യണതിന് തൊട്ട് മുമ്പ് മാത്രമേ നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയുള്ളൂ. നല്ല ചൂടോടെ സെർവ് ചെയ്താൽ മാത്രമേ ഈ മുട്ടേക്കാളിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിവിടെ ഒരു പ്ലേറ്റ് മാത്രമേ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാബേജും ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ മുട്ടേക്കാളൻ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഇത്ര അധികം മഷ്റൂംസ് ഒന്നും അതിലുണ്ടാവില്ല. അപ്പോൾ മഷ്റൂംസും ഓപ്ഷണലാണ്. വേണമെങ്കിൽ മാത്രം മഷ്റൂംസ് ആഡ് ചെയ്യുക. അപ്പോൾ നല്ല രുചി കിട്ടും. അല്ലെങ്കിൽ കാബേജ് മാത്രം യൂസ് ചെയ്തായാലും ഇതുപോലെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ടേക്കാളിന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല ചൂടോടെ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കുറച്ച് ഒണിയൻസ്, കൊറിയാണ്ടർ ലീവ്സ്, ഗ്രേറ്റഡ് ക്യാരറ്റ്സ് ഇതെല്ലാം വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കോയമ്പത്തൂർ സ്പെഷ്യൽ മുട്ടേക്കാളൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.